السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. الصلاة والسلام على سيدنا ومولانا وحبيب ربنا وطبيب لبنا أبي القاسم محمد خاتم الأنبياء والمرسلين ورسول رب العالمين معلم البشرية من لدن حكيم خبير وعلى آله الطيبين الطاهرين وعلى أصحابه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أفمن شرح الله صدره للإسلام فهو على نور من ربه فويل للقاسية قلوبهم من ذكر الله أولئك في ضلال مبين. صدق الله مولانا العظيم. إن الشهداء يتمنون لو كانوا علماء لما يرونه من علو درجة العلماء. صدق رسول الله. إلهي لا تعذبني فإني مقر بالذي قد كان مني. إذا فكرت في ندمي عليها عللت أناملي غيظا بسني. يظن الناس بي خيرا وإني أشر الناس إن لم تعف عني. അർഹമുർറാഹിമായ നാഥൻ പാവപ്പെട്ട പാപികളായ നമ്മുടെ എല്ലാവരുടെയും തെറ്റുകുറ്റങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായി സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ മരണത്തിനു മുമ്പ് തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് പാപരഹിതരായ അവസ്ഥയിൽ മുന്നേറാൻ പടച്ച തമ്പുരാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഈമാനിൻ്റെ നിബന്ധനകൾ, ആ ഈമാനിൻ്റെ ഷർത്തുകൾ പാലിച്ചുള്ള വിശ്വാസം പടച്ച തമ്പുരാൻ നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈമാനികമായ ഉണർവും സന്തോഷവും ആഹ്ലാദവും ഇഹത്തിൽ വെച്ച് തന്നെ അവൻ്റെ ഇഷ്ടദാസന്മാർക്ക് അള്ളാഹു നൽകുമെന്ന് ഖുർആനിൽ അറിയിച്ചിട്ടുണ്ട്. ആ ഈമാനികമായ ഉണർവും ആവേശവും പാവപ്പെട്ട നമുക്കും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ.
ജീവിതത്തിലെ വിവിധ ക്ലേശങ്ങൾ എല്ലാം വിധിച്ച അറിയുന്ന നാഥൻ അതിൽ നിന്നൊക്കെ മോചനം നൽകുമാറാകട്ടെ. ജീവിതത്തിൽ അള്ളാഹു അഭിവൃദ്ധി ബറക്കത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. മരണപ്പെട്ടു പോയവരെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് നമ്മിൽ നിന്നും ഹജ്ജിന് വേണ്ടി അള്ളാഹുവിൻ്റെ അതിഥികളായി പുണ്യനഗരിയിലേക്ക് യാത്ര പുറപ്പെട്ട ആളുകൾ, പുറപ്പെടാനിരിക്കുന്ന ആളുകൾ, അവർക്കൊക്കെ സ്വീകാര്യയോഗ്യമായ ഹജ്ജും ഉംറയും നിർവഹിക്കാനുള്ള സൗഭാഗ്യം അവർക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അവർക്കൊക്കെ പ്രാർത്ഥന സമയത്ത് പാവപ്പെട്ട നമ്മയും ഓർക്കാനുള്ള ഒരു അവസരം അല്ലാഹു ഉണ്ടാക്കി കൊടുക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, ഹുബ്ബുല്ലാഹി വ റസൂലിഹി എന്ന വിശാലമായ വിഷയമാണ് നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. സ്നേഹം എന്താണ്? സ്നേഹം എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ്റെ പ്രകൃതിയിൽ സംവിധാനിച്ച ആന്തരികമായ ഒരു ആകർഷണമാണ് സ്നേഹം. ഈ ആകർഷണം മനുഷ്യനിൽ നിന്നുണ്ടാകുന്നത് മഹാന്മാർ പറഞ്ഞു തന്നു. സ്നേഹത്തിൻ്റെ നിർവചനം അൽ ഹുബ്ബു ഇബാറത്തുൻ അൻ മൈലി ത്വബഇ ഇല ശൈഇൽ മുലിദി. ആന്തരികമായ ഒരു ആകർഷണമാണ് സ്നേഹം. ഈ ആകർഷണമുണ്ടാകുന്നത് മനുഷ്യന് സന്തോഷമുണ്ടാക്കുന്ന, ആഹ്ലാദമുണ്ടാക്കുന്ന വസ്തുവിൻ്റെ കാര്യങ്ങളുടെ നേരെയായിരിക്കും ഈ ആകർഷണമുണ്ടാകുക. നമുക്ക് ഉപദ്രവമുണ്ടാക്കുന്ന, നമുക്ക് വെറുപ്പുണ്ടാകുന്ന മേഖലയെ ഒരിക്കലും നമ്മൾ സ്നേഹിക്കില്ലല്ലോ. ഇല ശൈഇൽ മുലിദി, സന്തോഷമുണ്ടാക്കുന്ന, ആനന്ദമുണ്ടാക്കുന്ന, നേട്ടങ്ങൾ ഉണ്ടാക്കിത്തരുന്ന മേഖലയിലേക്കായിരിക്കും ഈ ആകർഷണം മനുഷ്യനുണ്ടാവുക. ഭൗതികമായ വിഭവങ്ങൾ, ദുനിയാവിലെ ചരക്കുകൾ മനുഷ്യന് സന്തോഷവും ആഹ്ലാദവും സമ്മാനിക്കുന്നുണ്ട്. പക്ഷേ അത് നശ്വരവും നൈമിഷികവും മാത്രമാണ്. ദുനിയാവിലെ വിഭവങ്ങൾ കൊണ്ട് നമുക്ക് കിട്ടുന്ന സന്തോഷങ്ങൾ, ആഹ്ലാദങ്ങളൊക്കെ വളരെ പെട്ടെന്ന് മാറിപ്പോയി, നീങ്ങിപ്പോയി. കഷ്ടനഷ്ട ദുഃഖങ്ങൾ അതിൻ്റെ പിറകെ വന്നെത്തുമെന്നത് നാം അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന സത്യമാണ്. എന്നാൽ അനന്തമായി, അനശ്വരമായി മനുഷ്യർക്ക് സന്തോഷം സമ്മാനിക്കുന്നത് ഏത് കാര്യമാണ്? എന്നെന്നും മനുഷ്യന് ആഹ്ലാദവും സന്തോഷവും ആവേശവും ഉണ്ടാക്കിത്തരുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണ്. ഒരൊറ്റ കാര്യത്തിൽ നിന്നാണ് നിലനിൽക്കുന്ന സന്തോഷം മനുഷ്യനുണ്ടാകുന്നത്. അതേത് കാര്യമാണ്? അള്ളാഹുവിനെ കുറിച്ചുള്ള മഅരിഫത്ത്, അല്ലെങ്കിൽ ഉറച്ച ഈമാൻ. അതുകൊണ്ടു മാത്രമാണ് മനുഷ്യനെന്നെന്നും നിലനിൽക്കുന്ന ആഹ്ലാദമുണ്ടാകുന്നത്, സന്തോഷമുണ്ടാകുന്നത്. മഅരിഫത്തിന്റെ വെളിച്ചത്തിൽ നിന്ന്, അതേ ഉറച്ച ഈമാനിൽ നിന്നു മാത്രമാകുന്നു പ്രിയപ്പെട്ടവരെ. അതേ സത്യവിശ്വാസികൾക്ക് ലഭിക്കുന്ന പരമാനന്ദം ഇഹത്തിൽ റബ്ബിനെ ഖൽബ് കൊണ്ട് കാണുന്നതിലും പരലോകത്ത് കണ്ണുകൊണ്ട് കാണുന്നതിലുമാണെന്ന് പരിശുദ്ധ ഖുർആൻ അറിയിക്കുന്നു, പഠിപ്പിക്കുന്നു. ഈ ലോകത്ത് ഖൽബ് കൊണ്ട് അല്ലാഹുവിലേക്ക് നോക്കിയിരിക്കുക, ഖൽബ് കൊണ്ട് അല്ലാഹുവിനെ കണ്ടുകൊണ്ടിരിക്കുക. പരലോകത്ത് ഉടമസ്ഥനായ തമ്പുരാന്റെ തിരുവദനം നിങ്ങൾക്ക് വിശ്വാസികൾക്ക് കാണാൻ സാധിക്കും. സതറൗന റബ്ബക്കും, ശേഷം മരണാനന്തരം നിങ്ങളുടെ ഉടമസ്ഥനെ, നാഥനെ നിങ്ങൾക്ക് കണ്ണുകൊണ്ട് കാണാനാകും. ഏതുപോലെ 14-ാം രാവിലെ പൗർണമിയെ പച്ചയായി വളരെ കൃത്യമായി കാണാനാകുന്നതുപോലെ പടച്ച തമ്പുരാന്റെ തിരുവദനം സത്യവിശ്വാസികൾക്ക് കാണാനാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇഹത്തിൽ ഖൽബ് കൊണ്ട് കാണുക അല്ലാഹനെ, പരലോകത്ത് കണ്ണുകൊണ്ട് കാണുക. ഇതിലൂടെയാണ് ഏറ്റവും വലിയ ആനന്ദം കിട്ടുക. ഈ ലോക ജീവിതത്തിൽ ഈ ഞാനും കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുമൊക്കെ പലവിധ സന്തോഷങ്ങളും ആഹ്ലാദങ്ങളും അനുഭവിച്ചവരാണ് അല്ലേ? പഞ്ചേന്ദ്രിയങ്ങൾ മുഖേന പല സുഖസൗഖ്യങ്ങളും എനിക്കും നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ട്. കണ്ടും കേട്ടും മണത്തും രുചിച്ചും സ്പർശിച്ചും പല ആനന്ദങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാൽ 6-ാം ഇന്ദ്രിയമായ ഖൽബ് അല്ലെങ്കിൽ ബുദ്ധി, അതിനൊരു ആനന്ദമുണ്ട്.
ഹൃദയത്തിൽ നിന്നുത്ഭവിക്കുന്ന ഒരു രോമാഞ്ചമുണ്ടാക്കുന്ന, കൺകുളിർമയുണ്ടാക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഹൃദയത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. ഫകദാലിക ഫിൽ ഖൽബി ഗരീസ. കൈ കൊണ്ട് സ്പർശിക്കുമ്പോ, ശരീരം കൊണ്ട് സ്പർശിക്കുമ്പോ സന്തോഷമുണ്ടാകുന്ന മനുഷ്യ, കണ്ണുകൊണ്ട് കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ച കണ്ട് സന്തോഷിക്കുന്ന മനുഷ്യ, ശ്രവണസുന്ദരമായ ശബ്ദങ്ങൾ കേട്ടാസ്വദിച്ച് സന്തോഷിക്കുന്ന മനുഷ്യ, രുചികരമായ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ച് സന്തോഷിക്കുന്ന മനുഷ്യ, നല്ല സൗരഭ്യം ആസ്വദിച്ചുകൊണ്ട് മണത്തുകൊണ്ട് സന്തോഷിക്കുന്ന മനുഷ്യ, ഇതിലേറെ വലിയ ഒരു സന്തോഷമാണ് നിന്റെ ഖൽബിൽ നിന്നുണ്ടാകുന്ന സന്തോഷം. ഫിൽ ഖൽബി ഗരീസ. ഹൃദയത്തിൽ നിന്നൊരു ആനന്ദം വരുന്നുണ്ട്. ആ ആനന്ദത്തിന്റെ പേരെന്താണെന്നറിയോ? തുസമ്മൻ നൂറൽ ഇലാഹിയ വൽ ബസീറത വനൂറൽ ഈമാനി വൽ യഖീൻ. വിവിധ പേരുകളിൽ അതറിയപ്പെടുന്നു. ഹൃദയത്തിൽ നിന്നുണ്ടാകുന്ന ആനന്ദം, മുഅ്മിനായ മനുഷ്യനുണ്ടാകുന്ന ആനന്ദം. ആ ആനന്ദത്തിന്റെ പേരെന്താണ്? നൂറുൽ ഇലാഹി, ദൈവീകമായ വെളിച്ചം. വൽ ബസീറ, അല്ലെങ്കിൽ ഉൾക്കാഴ്ച. വനൂറുൽ യഖീനി വൽ ഈമാൻ, ഈമാനിന്റെ ദൃഢവിശ്വാസത്തിന്റെ പ്രഭ, വെളിച്ചം. പേരെന്തായാലും കാര്യം, വസ്തുത ഒന്നാണ്. ഇതിലൂടെയാണ് മുഅ്മിനിന് പരമാനന്ദം. ആ പരമാനന്ദം കിട്ടുമ്പോ അല്ലാഹുവിന്റെ വിധി ഏതു തരത്തിൽ വന്നാലും ആ വിധിയിൽ അവൻ അസഹ്യത പ്രകടിപ്പിക്കാതെ, അക്ഷമനാകാതെ, അപ്പോഴും അല്ലാഹുവിലേക്ക് നോക്കിയിട്ട് സന്തോഷത്തോടെ ആ മുഅ്മിൻ നിലകൊള്ളുന്നതാകുന്നു. ഈ ഈമാനികമായ വെളിച്ചം, അല്ലെങ്കിൽ ദൈവികമായ വെളിച്ചം ഖൽബിലുള്ള ആളുകൾക്ക് പരമാനന്ദം എവിടെ? ഫിദ്ദുനിയാ വൽ ആഖിറ, ഇഹത്തിലും പരത്തിലും. അതേക്കുറിച്ചാണ് അല്ലാഹു പറഞ്ഞത് സൂറത്തു സുമറിന്റെ 22-ാമത്തെ വചനം. അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം فهو على نور من ربي فويل للقاسية قلوبهم من ذكر الله أولئك في ضلال مبين. ഇതൊക്കെ നമുക്ക് പഠിക്കാൻ വേണ്ടി അല്ലാഹ് ഇറക്കിയ വചനങ്ങളാണ്. സുബഹി നിസ്കരിച്ചിട്ട് ഓതാൻ മാത്രമുള്ളതല്ല, അതിനുള്ളതാണ്. ഇതൊക്കെ നമുക്ക് പഠിക്കാൻ വേണ്ടി അല്ലാഹ് അവതരിപ്പിച്ചു തന്ന സന്ദേശങ്ങളാണ്. അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം, ഇസ്ലാമിന് വേണ്ടി നെഞ്ചകത്തെ തുറന്നുകൊടുത്ത മനുഷ്യനെ കുറിച്ച് നിങ്ങൾ എന്താ വിചാരിച്ചത്? അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, പടച്ചോനെ ആ കൂട്ടത്തിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണേ അല്ലാഹ്. അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം, ഇസ്ലാമിന് വേണ്ടി നെഞ്ചകത്തെ തുറന്നുകൊടുത്ത, ഖൽബിനെ തുറന്നുകൊടുത്ത മനുഷ്യരെ കുറിച്ച് നിങ്ങൾ എന്താ വിചാരിച്ചത്? ഫഹുവ അലാ നൂരിൻ മിർ റബ്ബി, അത്തരത്തിലുള്ള ആളുകളുടെ സഞ്ചാരവീതി, പ്രയാണത്തിൽ അവർ മുന്നേറുമ്പോ ആ വഴിയിൽ അവർക്ക് കിട്ടുന്ന വെളിച്ചം എന്താണെന്നറിയോ? പടിഞ്ഞാറിന്റെ കൂരിരുട്ടല്ല, വെസ്റ്റേൺ കൾച്ചറിന്റെ കൂരിരുട്ടല്ല. അത്തരത്തിലുള്ള ആളുകളുടെ സഞ്ചാരവീതിയിൽ വരുന്ന വെളിച്ചം ഫഹുവ അലാ നൂരിൻ മിർ റബ്ബി, റബ്ബിന്റെ വെളിച്ചമാണ് അവരെ മുന്നോട്ട് നയിക്കുന്നത്. അവർ നടക്കുന്ന ഭാഗത്ത്, അവരുടെ ജീവിത വഴികളിൽ കിട്ടുന്ന വെളിച്ചം നൂറും മിർ റബ്ബി, അള്ളാന്റെ വെളിച്ചം. അവര് തപ്പിത്തടയൂല. കച്ചവടം ചെയ്യുമ്പോ ഇനിയിപ്പോ എന്താ ചെയ്യാ? തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോ എങ്ങനെ മത്സരിക്കുക? വീട് ഭരിക്കുമ്പോ എങ്ങനെ? അവർക്ക് ഉത്തരം കിട്ടാത്ത അവസ്ഥയുണ്ടാവുകയില്ല. എന്തുകൊണ്ട്? ഫഹുവ അലാ നൂരിൻ മിർ റബ്ബി, തമ്പുരാന്റെ വെളിച്ചം,
തമ്പുരാന്റെ പ്രഭ അവരുടെ വഴിയിൽ എവിടെയും ഉണ്ടാകും. അള്ളാന്റെ വെളിച്ചം അവരെവിടെ പോകുകയാണെങ്കിൽ ആ വെളിച്ചം കണ്ടവർക്ക് ദിശാബോധമുണ്ടാകും. ഇങ്ങനെയുള്ള ആളുകളെ കുറിച്ച് എന്താ നിങ്ങൾ വിചാരിച്ചത്? ഹൃദയം തുറന്നു കിട്ടാതെ ഈ വെളിച്ചം കിട്ടാത്ത ആളുകളെ പോലെയാണ് അവരെന്നാണോ നിങ്ങൾ ഭാവിക്കുന്നത്? എന്നാൽ കേട്ടോ, ഫവൈലുൽ ലിൽ ഖാസിയത്തി ഖുലൂബുഹും മിൻ ദിക്രില്ലാഹ്. അല്ലാഹുവിന്റെ ദിക്റുള്ള ഖൽബിൽ കേറാത്ത മനുഷ്യൻ, ആ മനുഷ്യന്റെ നെഞ്ചകം ഇടുങ്ങിയ കുടുസായ ഹൃദയമാണ്. അത്തരത്തിലുള്ള ആളുകൾക്ക് സർവത്ര നാശമാണ്, വൈലാണ്, എല്ലാ വിധത്തിലുമുള്ള പരാജയമാണ് അത്തരത്തിലുള്ള ആളുകൾക്ക്. ആർക്ക്? ഹൃദയത്തിൽ ദിക്ർ കേറാത്ത ഗ്രൂപ്പ്. ഫവൈലുൽ ലിൽ ഖാസിയത്തി ഖുലൂബുഹും മിൻ ദിക്രില്ലാഹ്. അല്ലാഹനെ ഓർക്കാൻ സാധിക്കാത്ത ഹൃദയത്തിന്റെ ഉടമകൾ, ആ ഹൃദയം ഇടുങ്ങിയ ഹൃദയമാണ്. ആ ഇടുങ്ങിയ ഹൃദയമുള്ള ആളുകൾക്ക് സർവത്ര നാശം. ഉലൈക ഫീ ളലാലിൻ മുബീൻ. ആ ഗ്രൂപ്പ് ഏത് ഗ്രൂപ്പ്? അവർ എത്ര കർമ്മങ്ങൾ ചെയ്യുന്നവരാണെങ്കിലും അവർ വളരെ വ്യക്തമായ വഴികേടിലാണ്, പിഴച്ചവരാകുന്നു. അപ്പൊ 5 നേരം മാത്രം നിസ്കരിച്ചിട്ടാണ് പോയാൽ പോരാ, എപ്പോഴും കൽബ് കൊണ്ട് അല്ലാഹനെ ഓർക്കണം. അതാണ് കൽബിൽ ദിക്റുള്ള ഇറങ്ങുക എന്ന് പറഞ്ഞാൽ. ഈ അവസ്ഥയിൽ എത്തുമ്പോഴാണ് വിജയം, അല്ലെങ്കിൽ വൈലാണെന്ന് പരിശുദ്ധ ഖുർആൻ വേറൊരു ഭാഗത്ത് സൂറത്ത് അൻആമിന്റെ 125-ാമത്തെ വചനത്തിൽ അല്ലാഹ് പറയുന്നുണ്ട്. ആർക്കാ ഹിദായത്ത് കിട്ടിയത്? അല്ലാഹ് ഒരു മനുഷ്യന് ഹിദായത്ത്, സന്മാർഗം കൊടുക്കാൻ തീരുമാനിച്ചാൽ എന്താ അല്ലാഹ് ചെയ്യാ? فمن يرد الله أن يهديه يشرح صدره للإسلام. فمن يرد الله أن يهديه يشرح صدره للإسلام. ഏതൊരാളെ ഹിദായത്തിലാക്കാൻ അല്ലാഹു ഉദ്ദേശിച്ചാലും ഉടനെ യശ്റഹ് സ്വദ്റഹു ലിൽ ഇസ്ലാം, ഇസ്ലാമിന് വേണ്ടി ആ മനുഷ്യന്റെ ഖൽബിനെ അല്ലാഹു തുറക്കും, വിശാലമാക്കും. വമൻ യുരിദ് അൻ യുളില്ല യജ്അൽ സ്വദ്റഹു ലയ്യിഖൻ ഹറജാ. ഒരാളെ വഴികേടിലാക്കാൻ അല്ലാഹു കരുതിയാൽ അവന്റെ ഹൃദയത്തെ അല്ലാഹു സങ്കുചിതമാക്കും, കുടുസാക്കും. എന്ന് വെച്ചാൽ ആ ഹൃദയത്തിൽ, ഇടുങ്ങിയ ഹൃദയത്തിന്റെ സ്വഭാവം എന്താ? വെറും ദുന്യാവേ ചിന്തിക്കൂ, വെറും ഭൗതിക കാര്യേ ആലോചിക്കൂ. അത് ഇടുങ്ങിയ ഹൃദയ. കഅന്നമാ യസ്അദു ഫിസ്സമാ. അല്ലാഹനെ കുറിച്ച് ഓർക്കുമ്പോ, പ്രവാചകനെ കുറിച്ച് ഓർക്കുമ്പോ, പരിശുദ്ധ ദീനിനെ കുറിച്ച് ഓർക്കുമ്പോ അവനുണ്ടാകുന്ന ഫീലിംഗ് കഅന്നമാ യസ്അദു ഫിസ്സമാ. അവന്റെ ജീവൻ ശരീരത്തിൽ നിന്ന് വേർപെട്ട് മാനത്തേക്ക് ഉയർന്നു പോകും പോലെ അവൻ അസഹ്യമാകും, അവന് ബുദ്ധിമുട്ടുണ്ടാവും. നിസ്കാരം, ഹജ്ജ്, അല്ലാഹ്, ഒരു ബുദ്ധിമുട്ട്. അവന്റെ ശരീരത്തിൽ നിന്ന് റൂഹ് വേർപെട്ട് മാനത്തേക്ക് ഉയർന്നു പോകുന്നത് പോലെ അവൻ അനുഭവപ്പെടും. ഇങ്ങനെയുള്ള ആളുകൾ ഹിദായത്തിലല്ല, അവർ പിഴവിലാകുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ. ഈ ആയത്ത് ഓതി സ്വഹാബത്തിന് കേൾപ്പിച്ചു കൊടുത്തപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, കൈഫ യശ്റഹു സദ്റഹു, ഒരു മുഅ്മിനിന്റെ ഹൃദയം എങ്ങനെ വിശാലമാകുക? അതെങ്ങനെ സംഗതി? ഖാല നൂറുൻ യുഖ്ദഫു ഫീഹി, ഒരു വെളിച്ചമാണ്. ആ വെളിച്ചം അല്ലാഹു വിശ്വാസിയുടെ ഹൃദയത്തിൽ ഇട്ടുകൊടുക്കും, അപ്പോൾ അത് വിശാലമാകും. അപ്പൊ സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഹൽ ലിദാലിക അമാറത്തുൻ യുറഫു ബിഹാ, ഒരു മുഅ്മിനിനെ അവന്റെ നെഞ്ചകം വികസിച്ചതിന്, അവൻ അല്ലാഹുവിന്റെ വെളിച്ചം കിട്ടിയതിന് വല്ല അടയാളവുമുണ്ടോ, വല്ല തെളിവുമുണ്ടോ? ആർക്കാ അള്ളാന്റെ വെളിച്ചം കിട്ടിയത്? നബിയെ, അത് അറിയാൻ മാർഗമുണ്ടോ? അതിന് അടയാളമുണ്ടോ? നബി തങ്ങൾ പറഞ്ഞുകൊണ്ട് അള്ളാന്റെ വെളിച്ചം കിട്ടിയ മുഅ്മിനിന് ചില അടയാളമുണ്ട്. അൽ ഇനാബത്തു ഇലാ ദാരിൽ ഖുലൂദ് വത്തജാഫി അൻ ദാരിൽ ഖുലൂദ് വൽ ഇസ്തിഅദാദുൽ മിൽ മൗതി ഖബ്ല ലിഖാഇൽ മൗത്ത്. 3 യോഗ്യതയുണ്ടാകും ആ മുഅ്മിനിന്. ഏത് മുഅ്മിനിന്?
അള്ളാഹുവിന്റെ വെളിച്ചത്തിൽ ആനന്ദത്തോടെ ദുനിയാവിലും ആഖിറത്തിലും കഴിയുന്ന സത്യവിശ്വാസിക്ക് 3 യോഗ്യത. ഒന്ന്, അൽ ഇനാബത്തു ഇലാ ദാരിൽ ഖുലൂദ്, എന്നെന്നും നിൽക്കുന്ന ഭവനത്തിലേക്ക് അവൻ നടന്നു നീങ്ങും. ദുനിയാവിലെ ജീവിതത്തിൽ വെച്ച് തന്നെ ശാശ്വതമായ വീട്ടിലേക്കാണ് അവൻ നടക്കുന്നത്. അവന്റെ അധ്വാനവും പരിശ്രമവും ചിന്തയുമൊക്കെ എങ്ങോട്ടാ? എന്നെന്നും നിൽക്കുന്ന മണിമാളിക കിട്ടാനുള്ള അധ്വാനാണ്. വഞ്ചനയുടെ വീട്ടിൽ നിന്നവൻ ഓടി രക്ഷപ്പെടും. ഇത് ചതിക്കുന്ന വീടാണ് ദുന്യാവ്. വാ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞിട്ട് സുന്ദരി വിളിക്കുന്നത് പോലെ ദുന്യാവ് വിളിക്ക. അപ്പൊ വിളിക്കുമ്പോ മതിമറന്ന് പോയവനെ ഈ ദുന്യാവ് പറ്റിക്കും. മൂന്നാമത്തെ യോഗ്യത, വൽ ഇസ്തിഅദാദുൽ ലിൽ മൗത്ത് ഖബ്ല ലിഖാഇൽ മൗത്ത്, മരണം വന്നെത്തും മുമ്പ് ആ മരണത്തിന് വേണ്ടിയുള്ള മുന്നൊരുക്കം നടത്തുന്നവരാണവർ. ഈ യോഗ്യതയുള്ള ആളുകൾക്ക് ഉറപ്പാണ് അള്ളാന്റെ വെളിച്ചം കിട്ടിയിട്ടുണ്ട്. നമുക്കിപ്പോ ഈ ആനന്ദമൊക്കെ പറയുമ്പോൾ ഒന്നും തീരുന്നില്ല. എന്ത് പരമാനന്ദ ഈ മുസ്ലിയാരി പറയുന്നത്? ബിരിയാണി തിന്നുന്ന ആനന്ദമൊന്നും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ കിട്ടുന്നില്ലല്ലോ. പരമാനന്ദം എന്ന് പറയുമ്പോൾ വലിയ സന്തോഷം, നിലനിൽക്കുന്ന സന്തോഷം എന്നൊക്കെ പറയുമ്പോൾ ഞാനിപ്പോ ഒരു മുഅ്മിനാണ്, എൻ്റെ ഈമാൻ കൊണ്ട് എൻ്റെ കൽബിലൊരു സന്തോഷം എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ. അതെന്താ കാരണം? മനുഷ്യന്റെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും താല്പര്യങ്ങളും വിഭിന്നമാണ്, വ്യത്യസ്തമാണ്. ഞാൻ ആശിക്കുന്നതല്ല നിങ്ങൾ ആശിക്കുന്നത്. നമ്മൾ മുതിർന്ന ആളുകൾ ആഗ്രഹിക്കുന്നതല്ല കൊച്ചുകുട്ടികൾ ആഗ്രഹിക്കുന്നത്. വാപ്പച്ചി എന്താ ഈ ഉമ്മച്ചിനോട് ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നത്? ഞാൻ ഈ ചിരട്ടപ്പുട്ട് ചുടുമ്പോൾ വാപ്പച്ചിക്ക് എൻ്റെ കൂടെ വന്ന് ചിരട്ടപ്പുട്ട് ചുട്ടൂടെ എന്നാ കുട്ടി ആലോചിക്കുന്നത്. ഉപ്പ ഉമ്മാനോട് സംസാരിച്ചിരിക്കുന്നത് കുട്ടിക്ക് രസിക്കൂല. അത് വിഡ്ഢിത്തായിട്ടാ കുട്ടി കണക്കൂട്ടുന്നത്. കാരണം അവൻ്റെ ലോകം, അവൻ്റെ ആശ, അവൻ്റെ ആനന്ദം, അവൻ്റെ സന്തോഷം അവനുള്ള മേഖലയിൽ അതാണ്. ഇതുപോലെ മുതിർന്ന ആളുകളുടെയും അഭിലാഷങ്ങളും ആഗ്രഹങ്ങളും വിഭിന്നമാണ്. നിങ്ങൾ നോക്കൂ, അന്ന റജുല ലൗ ഖുയ്യിറ റജുലു ബൈന ലദ്ദത്തി ദുജാജി വൽ ഖുബ്സി വലദ്ദത്തി റിയാസതി വഖഹിരിൽ അഅദാ. ഒരാളോ വിളിച്ചിട്ട് അവന് 2 കാര്യം പറഞ്ഞു, ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്തോ. ബൈന ലദ്ദത്തി ദുജാജി വലദ്ദത്തിൽ ഖുബ്സി, വേണമെങ്കിൽ നിനക്ക് പള്ള നിറച്ച് ഇറച്ചിയും പത്തിരിയും തരാം, കോഴിയിറച്ചും പത്തിരിയും തരാം. അല്ലെങ്കിൽ ബൈന ലദ്ദത്തിൽ റിയാസതി വഖഹിരിൽ അഅദാ, കുറച്ചൊക്കെ അധ്വാനിച്ച് മറുപക്ഷത്തിനെ പരാജയപ്പെടുത്തിയിട്ട് ഭൂരിപക്ഷം നേടിയിട്ട് വോട്ടിന് നിന്നിട്ട് സ്ഥാനാർത്ഥിയായി നിന്നിട്ട് മത്സരിച്ചിട്ട് നിനക്ക് അധികാരം വാങ്ങിത്തരാം. ഏതാ വേണ്ടത്? ഒന്നുകിൽ ഇപ്പൊ തന്നെ കോഴിയിറച്ചിയും പത്തിരിയും തരാം, അല്ലെങ്കിലോ ഖഹിരിൽ അഅദാ, കുറച്ച് പരിശ്രമിക്കണം. ആ പരിശ്രമിച്ചാൽ അധികാരം കിട്ടും. ഏത് വേണം? ഫഇൻ കാനൽ മുഖയ്യറു ഖസീസൽ ഹിമ്മത്തി മയ്യിത്തൽ ഖൽബി, ദുന്യാവിന്റെ വിഷയത്തിൽ ബുദ്ധിയില്ലാത്ത പൊട്ടനാണെങ്കിൽ ഇഖ്താറൽ ലഹ്മ വൽ ഖുബ്സ, എനിക്ക് പത്തിരി ഇറച്ചി മതി എന്ന് പറയും. വഇൻ കാന അലിയൽ ഹിമ്മത്തി കാമിലൽ അഖ്ലി, ദുന്യാവിന്റെ കാര്യത്തിൽ ബുദ്ധി തികഞ്ഞ തന്റേടമുള്ള മനക്കരുത്തുള്ള ആളാണെങ്കിൽ ഇഖ്താറൽ റിയാസ, എനിക്ക് അധികാരം മതി എന്നവൻ പറയും. അല്ലേ? അവന്റെ നിലവാരത്തിനനുസരിച്ച് അവൻ ആശിക്കുക. ഇന്നിപ്പോ ആരും അധികാരം മദീന, മനുഷ്യൻ പൊതുവെ അധികാരമോഹിയാണ്. അല്ലേ? അധികാരം കിട്ടണം. അതുകൊണ്ടല്ലേ പാർട്ടി ടിക്കറ്റ് കൊടുക്കാതിരുന്നപ്പോഴും റിബലായി അത്രയും നാൾ അവനെ തീറ്റിപ്പോറ്റി അവന് പല സ്ഥാനമാനങ്ങളും കൊടുത്ത പാർട്ടിയെ കുപ്പയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് റിബലായിട്ട് മത്സരിക്കുന്നത്. എനിക്ക് പല കാര്യങ്ങളും പറയാൻ വേണ്ടി ഉള്ളിൽ നിന്ന് തള്ളി വരുന്നുണ്ട്, ഞാൻ ബ്രേക്ക് ഇട്ട് നിർത്തുകയാണ്. കാരണം അതിപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷേ ബ്രേക്ക് ഇട്ടാലും നിൽക്കാത്ത ചില സംഗതികളുണ്ട് ഇവിടെ പറയേണ്ടത്, പറയുന്നേ ചെയ്യും. എന്തിനാ മുസ്ലിയാരെ? മതത്തിനും മതാചാര്യന്മാർക്കും ഒരിക്കലും രാഷ്ട്രീയത്തിൽ ഇടപെടാൻ പാടില്ല. മുസ്ലിയാർ ഇതിവിടെ പറയണ്ട, അതൊക്കെ ഞങ്ങൾ ചന്തയിൽ പറഞ്ഞോളാം എന്നാണ് ചില ആളുകൾ മനസ്സിലാക്കിയത്. നിങ്ങൾക്കൊരു സത്യം അറിയണോ? ഈ കഴിഞ്ഞ വാരത്തിൽ, കഴിഞ്ഞ ആഴ്ചയിൽ ചൂടുപിടിച്ചെന്ന ചർച്ച, കേരളത്തിൽ ഏറ്റവും ചൂടുപിടിച്ച ചർച്ച ഒരു വിഷയത്തിലായിരുന്നു. മതത്തിനും മതാചാര്യന്മാർക്കും രാഷ്ട്രീയത്തിൽ ഇടപെടാമോ ഇല്ലയോ, ഇതായിരുന്നു വലിയ ചർച്ച. പാടില്ലെന്ന് പറയുന്നവർക്ക് മതത്തെക്കുറിച്ചൊരു ചുക്കുമറിയില്ല. അവർ മനസ്സിലാക്കിയത് മതമെന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ സ്വകാര്യ വിശ്വാസത്തിലും ആരാധനാലയങ്ങളിലും മാത്രമേ മതത്തിന് റോളുള്ളൂ, മതം ഇടപെടാൻ പാടുള്ളൂ എന്നാണ്. വാസ്തവത്തിൽ പരിശുദ്ധ മതം ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസിയുടെ A to Z കാര്യങ്ങൾ, അവന്റെ തൊട്ടിൽ മുതൽ മയ്യിത്ത് കട്ടിൽ വരെയുള്ള എല്ലാ മേഖലകളെയും ഇസ്ലാം ബന്ധപ്പെടും. ഇസ്ലാം ആ മേഖലകളിലൊക്കെ ഇടപെടും.
എന്തേ കാര്യം? നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങളൊക്കെ അള്ളാഹു രേഖയാക്കുന്നുണ്ട്. രാഷ്ട്രീയ കാര്യമാണ്. അനാവശ്യം പറയുമ്പോൾ അള്ളാഹു രേഖയാക്കാൻ ചുമതലപ്പെടുത്തിയ റഖീബ് അതീദ് അലൈഹിമസ്സലാം അവർ പറയോ, രാഷ്ട്രീയത്തിൽ അവൻ തെറി വിളിച്ചത്, അതുകൊണ്ട് ഇതിപ്പം അങ്ങോട്ട് രേഖപ്പെടുത്തണ്ട എന്ന് പറഞ്ഞിട്ട് അവർ പേന വലിക്കൂ. നമ്മുടെ നന്മ തിന്മകൾ രേഖപ്പെടുത്താൻ നിയുക്തരായ മലായിക്കത്ത് രാഷ്ട്രീയ മേഖലയിൽ നാം ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ രേഖപ്പെടുത്താതെ ഒഴിവാക്കുമോ സഹോദര? ഒഴിവാക്കോ? ചിലർ മനസ്സിലാക്കിയത് രാഷ്ട്രീയത്തിൽ തെറി പറയാ, രാഷ്ട്രീയത്തിൽ കളവ് പറയാ, വിശ്വാസവഞ്ചന ചെയ്യാ, മദ്യം വിളമ്പ. ഒരുപാട് മുസ്ലിം സ്ഥാനാർത്ഥികളെ പണിപ്പെന്താണെന്നറിയോ? കള്ള് വിളമ്പുക. ഉസ്താദെ, മറുചേരിയിൽ വിളമ്പുമ്പോൾ ഞങ്ങൾ എങ്ങനെ വിളമ്പാതെന്നാല് വോട്ട് കിട്ടൂലല്ലോ. നീ മദ്യം വിളമ്പി വിജയിച്ചാൽ നിന്റെ വിജയം ദുനിയാവിൽ മാത്രമായിരിക്കും. പരലോകത്തൊരിക്കലും അള്ളാഹുവിന്റെ ലോകത്ത്, പാരത്രിക ലോകത്ത് നിനക്ക് വിജയമുണ്ടാവുകയില്ല. നിന്റെ വിജയം 5 കൊല്ലത്തിലൊതുങ്ങുമ്പോ അനന്തമായ അനശ്വരമായ കാലാകാലവും നിലനിൽക്കുന്ന ജീവിതത്തിൽ കനത്ത പരാജയമായിരിക്കും നിനക്ക്. ഞാൻ കുടിക്കണില്ലല്ലോ, കുടിക്കുന്ന ആളുകൾക്ക് കൊടുക്കണല്ലേ ഉള്ളൂ. ഇതൊക്കെയാണ് ന്യായം. ഇപ്പൊ ഈയിടെ ഒരു സുഹൃത്ത് പറയാൻ, ഞാൻ ബാറിൽ പലപ്പോഴും പോയിട്ടുണ്ട്, അവിടെയുള്ള ചെറുകടി ഫുഡൊക്കെ അടിച്ചിട്ടുണ്ട്, എൻ്റെ കൂട്ടുകാരൊക്കെ അടിച്ചിട്ടുണ്ട്, ഞാൻ അടിച്ചിട്ടില്ല, വലിയ ഈമാനായിട്ട് പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു, പൊന്നാര ചങ്ങാതി, അത്തരത്തിലുള്ള കൂട്ടെന്തിനാ? ഈ ബാറിൽ പോകുന്ന കൂട്ടുകാരെന്തിനാ? ഉസ്താദെ, എൻ്റെ കൂട്ടുകാർക്ക് ചില ക്വാളിറ്റി ഉണ്ട്, യോഗ്യത ഉണ്ട്. സംഗതി വയറ് നിറച്ച് കള്ളാണെങ്കിലും അവരെ കൽബ് നിറച്ച് ഈമാനുമാണ്. മനസ്സിലായില്ല? പള്ള നിറച്ച് കള്ളും കൽബ് നിറച്ച് ഈമാനുമാണ്. അല്ല ഈമാന. ഇവിടെ വേറൊരു കാര്യത്തിൽ എന്തിനാ പള്ളിയിൽ നിങ്ങളോട് പറയുന്നതെന്നറിയോ? പ്രചരണത്തിന് വേണ്ടി സംഭാവന ചോദിച്ച് നമ്മുടെ അടുത്തൊക്കെ വരുമ്പോൾ ഒരു കാര്യം തുറന്നങ്ങോട്ട് പറയണം. പോസ്റ്റർ അടിക്കാനോ വാഹന പ്രചരണത്തിനൊക്കെ ആണെങ്കിൽ ഞാൻ തരാം. കള്ള് വളമ്പി കൊടുക്കുന്ന ഇടപാടിന് 10 പൈസ എൻ്റെ അടുത്ത് കിട്ടൂല എന്ന് പറഞ്ഞോ. അങ്ങനെയൊക്കെ പറഞ്ഞാൽ അത് ബിസിനസ്സിന് ബുദ്ധിമുട്ടാവും. ബുദ്ധിമുട്ടായിക്കോട്ടെ, നിനക്ക് ദുന്യാവിലെ ജീവിതം മതിയോ? ലക്ഷക്കണക്കിന് രൂപ ഒരു വലിയ മുതലാളി 2 ലക്ഷം രൂപ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് സംഭാവന ചെയ്തു എന്ന് ഞാൻ ഇന്നലെ കേട്ടു. അപ്പൊ 2 പാർട്ടിക്കും കൊടുക്കണത്. ആരാ ജയിച്ചു വരുന്നു എന്ന് അറിയില്ലല്ലോ. ഒരു ഭാഗത്തെ പിണക്കിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണല്ലോ. 2 ലക്ഷം രൂപ കൊടുത്തോട്ടെ. രാഷ്ട്രീയ പ്രവർത്തനം മുസൽമാന് പണ്ടാരോ പറഞ്ഞതുപോലെ നിഷിദ്ധമൊന്നുമല്ല. പക്ഷേ അവിടെയും നമ്മുടെ കാര്യങ്ങൾ പരിശുദ്ധ ദീനിന്റെ മാനദണ്ഡം അനുസരിച്ചായിരിക്കും നാം പ്രവർത്തിക്കേണ്ടത്. ഞാനിത് പറയുമ്പോ ചിലർ ഏത് സ്ഥാനാർത്ഥിക്ക് ഏത് പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് ഇടയലേഖനം വായിക്കുന്നത് പോലെ ഇന്ന പാർട്ടിക്ക് ഇന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്ന് ഖുതുബ പ്രഭാഷണത്തിലൂടെ പറയണമെന്നല്ല ഞാൻ പറയുന്നത്. വിശ്വാസിയുടെ, മുസ്ലിമിന്റെ എല്ലാ മേഖലയിലും അവന് ദിശാബോധം നൽകേണ്ടത് പരിശുദ്ധ ദീനാണ്, പരിശുദ്ധ മതമാണ്. രാഷ്ട്രീയ കാര്യത്തിലും അവന് ദിശാബോധമുണ്ടാകേണ്ടത് പരിശുദ്ധ മതത്തിൽ നിന്ന്, ഇസ്ലാം ദീനിൽ നിന്നായിരിക്കണം. അപ്പോൾ ആ ദീൻ വെച്ച് ആലോചിക്കുമ്പോൾ അവൻ ഒരു കാര്യം തുറന്നു പറയാൻ, നമ്മെ സംബന്ധിച്ചിടത്തോളം നാടിനും നാട്ടാർക്കും ഗുണം ചെയ്യുന്ന പരിശുദ്ധ ശരീഅത്തുൽ ഇസ്ലാമിനെ കൊഞ്ഞണം കുത്താത്ത, ആ പരിശുദ്ധ ദീനിനെ എതിര് പ്രവർത്തിക്കാത്ത, സഹായിച്ചില്ലെങ്കിലും എതിര് പ്രവർത്തിക്കാത്ത ആളുകൾക്ക് വോട്ട് ചെയ്യാം. ആ ഒരു നിങ്ങൾ എന്താ വിചാരിച്ചത്? വോട്ട് ചെയ്തത് ആർക്കാന്നല്ല ചോദിക്കൂലെന്നോ? ആ സ്ഥാനാർത്ഥി സംഗതി മുസ്ലിമാണ്, 5 വക്ത് നിസ്കരിക്കുന്ന ആളുമാണ്. പക്ഷെ എനിക്ക് അവനോട് ഒരു വ്യക്തി വൈരാഗ്യമുള്ള എന്നൊരു കിടക്കട്ടെ വേറൊരു എരപ്പാളിക്ക് വോട്ട് അല്ല ചോദിക്കൂല എന്ന് കരുതിയ നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്തു എന്നും ചോദിക്കും. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. അതുകൊണ്ട് അവൻ ആലോചിക്കണം. സംഗതി അത്ര ഗുണമുള്ള മേഖലയൊന്നും അല്ലെങ്കിലും കഷായം കുടിക്കുന്നത് പോലെ പാർക്ക തമ്മിൽ നല്ല, ഞാനിപ്പോൾ എൻ്റെ ഈ സഹായം ഒരു തിന്മക്ക് സഹായമാകരുത്. അതുകൊണ്ട് പരമാവധി എന്തെങ്കിലും നന്മ ഉണ്ടാകുന്ന മേഖലയിലേക്ക് സഹായം, ആ നിലയിൽ അവൻ ഇജ്തിഹാദ് ചെയ്ത് വോട്ട് ചെയ്യുക. അങ്ങനെ വോട്ട് കിട്ടിയിട്ട് ഇവൻ തിരിഞ്ഞു കളിക്കുകയാണെങ്കിലോ ഇവന് കുറ്റല്ല. ഇവൻ ആലോചിക്കണം, ഇവൻ ചിന്തിക്കണം. ആ ചിന്തയുടെ അടിസ്ഥാനത്തിലായിരിക്കണം ഇവന്റെ ചലനം. പലതും പറയാണ്ട്. ഇനി പെണ്ണുങ്ങളാണ് അധികാര മേഖലയിൽ കൂടുതലും വരുന്നത്. കേന്ദ്ര സർക്കാരിന്റെ 33% കടത്തി വെട്ടിയിട്ട് നമ്മുടെ കേരള സർക്കാർ 50%. അപ്പൊ കൂടുതലും അധികാരികൾ ഇനി സ്ത്രീകളാകാം. കൂടുതൽ അങ്ങനെയാണ്, 50% ഒന്നും അല്ല. കാരണം 17 വാർഡുകളുള്ള ഒരു പഞ്ചായത്തോ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ
8 പുരുഷന്മാർ ജനപ്രതിനിധികളായി വരുമ്പോൾ 9 സ്ത്രീകളാണ് വരിക. കാരണം 17ന്റെ പകുതി 8:30 8:30 മുറിച്ചിട്ട് ഇവിടെ സംവരണം കൊടുക്കാൻ പറ്റില്ല. എന്നാ കിടക്കട്ടെ 9 പെണ്ണങ്ങോട്ട് കിടക്കട്ടെ, 8 ആണ് മതി. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടെന്താ? ഇതിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്തിരിപ്പൻ മൂരാച്ചിയാകും, മതമൗലികവാദി എന്ന ഓമന പേര് കിട്ടിക്കോട്ടെ. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം എന്നും ഉറക്കെ പ്രഖ്യാപിക്കാൻ ഈ സമുദായത്തിന് സാധിക്കണം. ഗവൺമെന്റ് അങ്ങനെ ഒരു തീരുമാനം കൊണ്ടുവരുമ്പോൾ നമ്മളിത് എതിർക്കണം എന്ന് പറഞ്ഞാൽ നമ്മളതിന്റെ വസ്തുത പറയണം. ഇന്ന് പലരും അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഈ ആഴ്ച നടന്ന TV-യിൽ നടന്ന വാർത്താ ചാനലുകളിൽ നടന്ന ചർച്ചയിൽ ഒരു വിഭാഗം ബുദ്ധിജീവികൾ, സ്വയം ബുദ്ധി ചമയുന്ന ആളുകൾ പറഞ്ഞത് ഇതൊരു വിപ്ലവമാണ്, കേരളം കണ്ട ഏറ്റവും വലിയ വിപ്ലവമാണ് ഈ പെണ്ണുങ്ങൾ അധികാരികൾ ആക്കിയത്. ഖുർആൻ എന്താ പറഞ്ഞത്? അർരിജാലു ഖവ്വാമൂന അലൻ നിസാ ബിമാ ഫളലല്ലാഹു ബഅദഹും അലാ ബഅദ്. അല്ലാമ ഇബ്നു കസീർ റഹിമഹുല്ല ഈ ആയത്ത് വിശദീകരിച്ച് പറയാൻ, അർറജുലു ഖയ്യിമുൻ അലൽ മർഅ, പുരുഷനാണ് പെണ്ണിന്റെ അധികാരി. പെണ്ണിനെ നിയന്ത്രിക്കേണ്ടതും അവൾക്ക് നേതാവാകേണ്ടതും എന്നും പുരുഷനാണ്. വഹുവ റഈസുഹാ വൽ ഹാകിമു അലൈഹാ, പുരുഷനാണ് അവളുടെ ന്യായാധിപനാകേണ്ടത്, പുരുഷനാണ് അവളുടെ അധികാരിയാകേണ്ടത്. അവരുടെ പുരുഷവർഗത്തിന്റെ അധികാരി ഒരിക്കലും പെണ്ണ് ആയിക്കൂടാ. എന്തുകൊണ്ട്? അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, പുരുഷവർഗത്തിന് സ്ത്രീകൾക്കില്ലാത്ത ചില മഹാത്മ്യങ്ങൾ അല്ലാഹു കൊടുത്തിട്ടുണ്ട്. ബിമാ ഫളലല്ലാഹു ബഅദഹും അലാ ബഅദ് വലിഹാദാ കാനത്തിൻ നുബുവത്തു മുഖ്തസ്സതൻ ബിർരിജാലി ദൂനൻ നിസാ. 1,24,000 പ്രവാചകന്മാരെ അല്ലാഹു അയച്ചപ്പോ ഒരൊറ്റ പെണ്ണിനെയും അല്ലാഹു ആ മേഖലയിൽ നിയോഗിച്ചില്ല. എന്തുകൊണ്ട്? നേതൃത്വം പെണ്ണിന് പറ്റൂല എന്ന് അല്ലാഹുക്കറിയാം. വലിഹാദാ കാനത്തിൻ നുബുവത്തു മുഖ്തസ്സതൻ ബിർരിജാൽ, പുരുഷന്മാരെയാണ് അല്ലാഹു നിയോഗിച്ചത്. എന്നിട്ട് അല്ലാമ ഇബ്നു കസീർ ഈ ആയത്തിന് വിശദീകരണം നൽകിയിട്ട് ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്, ബുഖാരിയുടെ ഹദീസ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലൻ യുഫ്ലിഹ ഖൗമുൻ, ഒരു ജനം വിജയിക്കില്ല, രക്ഷപ്പെടില്ല. ഒരു ജനത വിജയിക്കുകയില്ല, രക്ഷപ്പെടുകയില്ല. ഏത് ജനത? വല്ലൗ അംറഹും ഇംറഅതൻ, അവരുടെ കാര്യത്തിന് അവർ നേതാവാക്കിയതൊരു പെണ്ണിനെയാണ്. പെണ്ണിനെ നേതൃസ്ഥാനത്തേക്ക് വിളിച്ചു കൊണ്ടുവന്ന വർഗം വിജയിക്കുകയില്ല. അവരുടെ നേതാവായി പെണ്ണിനെ നിയമിച്ച ഗ്രൂപ്പ് വിജയിക്കുന്ന പ്രശ്നമില്ല. സ്വഹീഹുൽ ബുഖാരി. മാത്രല്ല, പെണ്ണുങ്ങൾ അധികാരികളായി വരുന്ന കാലത്ത് സത്യവിശ്വാസികൾക്ക് മരിക്കലാണ് നല്ലതെന്ന് മുത്തുനബി. മരിക്കല, ജീവിതം അത്ര ഗുണല്ല. ഇദാ കാന ഉമറാഉകും ഖിയാറകും വഅഗ്നിയാഉകും സുമഹാഅകും വഉമൂറുകും ശൂറാ ബൈനകും ഫളഹുറുൽ അർളി ഖൈറും മിൻ ബത്നിഹാ. ഭരണാധികാരികൾ ഉത്തമരായ നിലയിൽ, സമ്പന്നന്മാർ ഉദാരമനസ്കരായ നിലയിൽ കാര്യങ്ങൾ അന്യോന്യം ചർച്ച ചെയ്ത് ജീവിക്കുന്ന കാലത്ത് ഭൂമിയുടെ ഉപരിഭാഗമാണ് മനുഷ്യർക്ക് നല്ലത്, അന്തർഭാഗത്തേക്കാൾ അന്ന് ജീവിക്കലാണ് ഉത്തമം. എന്നാൽ ഇദാ കാന ഉമറാഉകും ശിറാറകും വഅഗ്നിയാഉകും ബുഖലാഅകും വഉമൂറുകും ഇലാ നിസാഇകും, പെണ്ണിന്റെ കയ്യിൽ അധികാരമെത്തുന്ന കാലം, സമ്പന്നന്മാർ അറുപിശുക്കന്മാരാകുന്ന കാലം, ഭരണാധികാരികൾ തെമ്മാടികളാകുന്ന കാലം, വഉമൂറുകും ഇലാ നിസാഇകും, നിങ്ങളുടെ ഭരണകാര്യം, നേതൃത്വത്തിന്റെ കാര്യം പെണ്ണിലേക്കെത്തുന്ന കാലം വന്നാൽ ഫബത്നുൽ അർളി ഖൈറും മിൻ ലഹരിഹാ, ആ കാലത്ത് ഭൂമിയുടെ അന്തർഭാഗമാണ് ഉപരിഭാഗത്തേക്കാൾ നല്ലത്, മരണാണ് നല്ലത് എന്ന് വെച്ച് പെണ്ണിനെ അടക്കി ഭരിക്കണം, പറഞ്ഞത് കേൾപ്പിച്ചിട്ട് നിലനിർത്താം. അങ്ങനെയല്ല. ഇസ്ലാം പറഞ്ഞത് ഷാവിറൂഹുന്ന, അവരോട് മുഷാവറ നടത്തിക്കോ. കുടുംബകാര്യത്തിലാണെങ്കിലും ഏത് കാര്യത്തിലാണെങ്കിലും മുഷാവറ നടത്തിക്കോ. പെൺബുദ്ധി പിൻബുദ്ധി വന്നാൽ ഖാലിഫുഹുന്ന, ഉടനെ എതിര് പ്രവർത്തിക്കുക. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഖാലിഫുൻ നിസാ ഫഇന്ന ഫീ ഖിലാഫിഹിന്ന അൽ ബറക്കത, പെണ്ണിനോട് പലപ്പോഴും നിങ്ങൾ എതിരാകേണ്ടി വരും. എതിരായാലേ നിങ്ങൾക്ക് ബറക്കത്തുണ്ടാവുകയുള്ളൂ, ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാവുകയുള്ളൂ. പെണ്ണിന്റെ ഡ്യൂട്ടി എന്താ? മുത്തുനബി പറഞ്ഞത് എന്താ? ഇദാ സ്വല്ലത്തിൽ മർഅത്തു ഖംസഹാ വസ്വാമത് ശഹ്റഹാ വഹഫിളത് ഫർജഹാ വഅതാഅത് സൗജഹാ ഖീല ലദ്ഖുലിൽ ജന്ന മിൻ അയ്യി അബ്വാബിൽ ജന്നതി ശിഅതി. ഖാല റസൂലുള്ളാഹി, പെണ്ണിനെ രക്ഷപ്പെടാൻ പഞ്ചായത്ത് പോകേണ്ട കാര്യമൊന്നുമില്ല.
അള്ളാന്റെ റസൂല് പറഞ്ഞു അവൾക്ക് രക്ഷപ്പെടാൻ അളന്ന് മുറിച്ചു പറഞ്ഞു, ഇദാ സ്വല്ലത്ത് ഖംസഹ, അവളുടെ 5 നേരത്തെ നമസ്കാരം അവൾ നിലനിർത്തി, വസാമത്ത് ഷഹറഹ, അവളുടെ നോമ്പ് റമദാനിൽ നിർബന്ധമായ നോമ്പ് അവൾ പിടിച്ചു, പിന്നെ വഹഫിളത്ത് ഫർജഹ, അവളുടെ ചാരിത്രം അവൾ കാത്തു സൂക്ഷിച്ചു, വഅതാഅത്ത് സൗജഹ, അവളുടെ പ്രിയതമൻ അവൾ വഴിപ്പെട്ടു. എന്നാൽ ഖീലലഹ, അവൾ മരിച്ചു ചെല്ലാൻ കാത്തുക്കാണ്. അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് അവളോട് പറയപ്പെടുന്നത് എന്താണെന്നറിയോ? ഉദ്ഖുലിൽ ജന്ന, പെണ്ണെ സ്വാഗതം, കടന്നു വരൂ, മിൻ അയ്യി അബ്വാബിൽ ജന്നത്തി ശിഇതി, ഇഷ്ടമുള്ള കവാടത്തിലൂടെ സ്വർഗ്ഗത്തിലേക്ക് പോവാം. ഏത് കവാടത്തിലൂടെ വേണമെങ്കിലും നിനക്ക് സ്വർഗീയ ലോകത്തേക്ക് പ്രവേശിക്കാം പെണ്ണെ എന്ന് ഇത്തരത്തിലുള്ള പെണ്ണുങ്ങളോട് പറയും. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, വനിതാ സ്ഥാനാർത്ഥിയുള്ള വാർഡില് വോട്ട് ചെയ്യരുത് എന്നല്ല പറഞ്ഞത്. ഒരു രാജ്യത്തെ നിയമമാകുമ്പോൾ ആ നിയമം കഷായം കുടിക്കണമാതിരി നമ്മൾ ചിലപ്പോൾ കുടിക്കേണ്ടി വരും എന്ന് വെച്ച് പരിശുദ്ധ ശരീഅത്ത് ഇതിനെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇതൊക്കെ പിന്നെ ഇവിടെ അല്ലാതെ ചന്തയിലാ പറയാനുള്ളത്, മുസ്ലിമീങ്ങളോട് പറയാനുള്ളത്, ഓരോ മതക്കാർക്കും പറയാനുള്ളത് അവരുടെ വിശ്വാസികളോട് പറഞ്ഞോട്ടെ. മതം ഒരിക്കലും രാഷ്ട്രീയത്തിൽ ഇടപെടാൻ പാടില്ല എന്ന്. കാരണം മതവും വിശ്വാസവും ഈശ്വരനൊന്നും ഇല്ലാത്തവർക്ക് എന്തു ആകാം. ഈ എന്തു ആകാന്നുള്ള അവസ്ഥയിലേക്ക് വിശ്വാസികളെ പിടിച്ചുകൊണ്ടുപോകാൻ, അത് മതാചാര്യന്മാർ തടയുമ്പോൾ ഇവർക്ക് കുരു പൊട്ടുകയാണ്. ഇതിനൊന്നും വിട്ടുകൊടുക്കാൻ പാടില്ല. ഇത് ഈ സമയത്ത് തന്നെയാണ് ഇത് ചർച്ച ചെയ്യേണ്ടത്. പരിശുദ്ധ ദീനിന്റെ ഒരു ഭാഗമാണ് സിയാസത്തുൽ മദീന, മദീന രാഷ്ട്രീയ വ്യവസ്ഥിതി. ഇതല്ലല്ലോ ഉസ്താദെ ഇവിടെ മുസ്ലിമീങ്ങളെ പേര് വെച്ച് കൂടി പിടിച്ച് നടക്കുന്ന ആളുകളും മദീന രാഷ്ട്രീയമൊന്നും അല്ലല്ലോ. അല്ല, നമ്മൾ അതിനു വേണ്ടി ഒന്ന് പ്രവർത്തിക്കുക. നമ്മളതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പറഞ്ഞ മുദ്രാവാക്യം അതൊന്നും അല്ലട്ടോ. ഇവിടെ നമ്മളെല്ലാ മതക്കാരെയും ഉൾക്കൊണ്ട് നാനാത്വത്തിൽ ഏകത്വം എന്ന ഉദാത്തമായ ആ സംസ്കാരം കാത്തു സൂക്ഷിച്ചു കൊണ്ടു തന്നെ, നമ്മുടെ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ, മുസ്ലിമിന്റെ സംസ്കാരം ഉയർത്തി പിടിച്ചുകൊണ്ടു തന്നെ ഈ ഉള്ള അവസ്ഥയിൽ നമുക്ക് പ്രവർത്തിക്കാം. അതിന് വിരോധമില്ല. തിന്മയുടെ നേരെ പോകരുത്. ചിലപ്പോൾ താൽക്കാലിക പരാജയം വന്നേക്കാം, പക്ഷേ നമ്മുടെ ആദർശത്തെയും വിശ്വാസത്തെയും ഒരിക്കലും പണയം വെക്കരുത് പ്രിയപ്പെട്ടവരെ. ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. മനുഷ്യന്റെ ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ വ്യത്യസ്ത തരത്തിലാണ്. വിഷയത്തിൽ നിന്നൊന്ന് തെന്നിമാറിയതാണ്, അവസരോചിതമായി പറഞ്ഞു പോയതാണ്. മനുഷ്യന്റെ ആഗ്രഹം ചിലർക്ക് അധികാരമാണ്, ചിലർക്ക് ഭക്ഷണമാണ്, ചിലർക്ക് വേറെ ചില കാര്യങ്ങളാണ് ആഗ്രഹങ്ങൾ. എന്നാൽ നിങ്ങൾ അറിയുക, ബുദ്ധിമാന്മാർക്ക് സന്തോഷവും ആനന്ദവും അറിവിലാണ്, ജ്ഞാനത്തിലാണ്, ഇൽമിലാണ്. ബുദ്ധിയുള്ള ആളുകൾക്ക് ആനന്ദം കിട്ടുന്നത് അറിവിലൂടെയാണ്. പ്ലാറ്റോയുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗണിതശാസ്ത്രം പഠിക്കാൻ വന്ന ഒരു കൊച്ചുകുട്ടി പ്ലാറ്റോയോട് ചോദിച്ച ഒരു ചരിത്രമുണ്ട്. എന്തിനാ ഗുരു ഈ ഗണിതശാസ്ത്രം പഠിക്കുന്നത്? പ്ലാറ്റോ പഠിക്കാൻ വന്ന കുട്ടിയുടെ കയ്യിൽ കുറച്ച് നാണയത്തുട്ട് ബസ് ഫെയർ വെച്ചു കൊടുത്തിട്ട്, യാത്രാ ചിലവ് വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു, മോൻ വീട്ടിലേക്ക് പോയിക്കോ. കാരണം എന്തിനാണ് പഠിക്കുന്നത് എന്ന് ആദ്യം പഠിച്ചിട്ട് വേണം പഠനം തുടരാൻ. ഈ പഠിക്കുന്നതൊക്കെ നമ്മുടെ മനസ്സിലെ വെളിച്ചത്തിന് വേണ്ടിയാണ്, സന്തോഷത്തിന് വേണ്ടിയാണ്, ആഹ്ലാദത്തിന് വേണ്ടിയാണ്. അറിവ് എന്ന ആ കൺസെപ്റ്റ് നിനക്ക് കിട്ടിയതിന് ശേഷമേ നീ പഠിച്ചിട്ട് കാര്യമുള്ളൂ. അതുണ്ടാക്കിയിട്ട് നീ വന്നാൽ മതി ഈ കലാലയത്തിലേക്ക് എന്ന് പ്ലാറ്റോ പറഞ്ഞ ഒരു ചരിത്രമുണ്ട്. ബുദ്ധിയുള്ള ആളുകൾക്ക് സന്തോഷം അറിവിലൂടെയാണ്. അവരുടെ മനസ്സിന്റെ അകത്തുള്ള കൽബിലുള്ള അന്ധകാരം വിജ്ഞാനമാകുന്ന വെളിച്ചം വന്ന് ആ അന്ധകാരം മാറിക്കിട്ടുമ്പോൾ ഒരു സന്തോഷമുണ്ടാകും. ജ്ഞാനം ഹരമുണ്ടാക്കുന്ന കാര്യമാണ്, സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. എന്നാൽ അറിവുകളുടെ കൂട്ടത്തിൽ, ജ്ഞാനത്തിന്റെ വിഷയത്തിൽ, ഇൽമിന്റെ കൂട്ടത്തിൽ പരമാനന്ദം സമ്മാനിക്കുന്ന അറിവ് ഇൽമ്, അൽ ഇൽമു ബില്ലാഹി തആല വബിസിഫാതിഹി വബിഅഫ്ആലിഹി വബിതദ്ബീരിഹി ഫീ മംലകതിഹി. അല്ലാഹുവിനെ കുറിച്ചുള്ള, അവന്റെ വിശേഷണങ്ങളെ കുറിച്ചുള്ള, അവന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള, അവൻ ഈ ലോകത്ത് ഇടപെടുന്ന അവന്റെ മംലക്കത്ത്, അവന്റെ ഈ അധികാര പരിധിയിൽ അവൻ നടത്തുന്ന ഭരണത്തെക്കുറിച്ചുള്ള അറിവിലൂടെയാണ് വിശ്വാസികൾക്ക് ലഭിക്കുന്ന പരമാനന്ദം. ബുദ്ധിയുള്ള മുഅ്മിനിന് പരമാനന്ദം കിട്ടുന്നത് ഫുഡിലൂടെയല്ല, വൈകാരികമായ സുഖത്തിലൂടെയല്ല, ലൈംഗികമായ സുഖത്തിലൂടെയല്ല.
അധികാരത്തിലൂടെയല്ല. അവന് കിട്ടുന്ന പരമാനന്ദം അൽ ഇൽമു ബില്ലാഹി വബിസിഫാത്തിഹി വബിഅഫ്ആലിഹി വബിതദ്ബീരിഹി ഫീ മംലകത്തിഹി. അല്ലാഹുവിന്റെ ഇടപെടൽ. ഇപ്പൊ എൻ്റെ ജീവിതത്തിൽ തന്നെ അള്ളാഹ് ഇടപെടുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ ഇടപെടലുണ്ട്. ആ ഇടപെടലിനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുമ്പോൾ എന്തൊരു സന്തോഷം, എന്തൊരു ആഹ്ലാദം. ഇതാണ് അള്ളാഹു ഖുർആനിൽ പറഞ്ഞത്, ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅ്യുൻ ജസാഅം ബിമാ കാനൂ യഅമലൂൻ. സ്വർഗത്തിലെ നേട്ടങ്ങൾ, സ്വർഗീയമായ അനുഭവങ്ങൾ, അനുഭൂതികളൊക്കെ അള്ളാഹ് പറഞ്ഞു തന്നു. അത് കേൾക്കാൻ പറ്റി നമുക്ക്, അത് ഖുർആനിൽ കാണാൻ പറ്റി നമുക്ക്, അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. ഹൂറികളെ കുറിച്ച്, പഴവർഗ്ഗങ്ങളെ കുറിച്ച്, താഴ്വാരങ്ങളിലൂടെ ആറുകൾ ഒഴുകുന്ന ആരാമങ്ങളെ കുറിച്ച് ഒക്കെ ഖുർആൻ പറഞ്ഞു തന്നു. അപ്പൊ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞത് നമ്മൾ കേട്ടു, നമ്മൾ കണ്ടു, നമ്മൾ മനസ്സിലാക്കി. എന്നാൽ ഒരു വിഭാഗത്തിന് ലഭിക്കുന്നത് അതൊന്നുമല്ല. അല്ലാഹു പറയുന്നു, ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅ്യുൻ. ഒരു വിഭാഗം ആരിഫുകൾക്ക് അള്ളാഹുവിനെ മനസ്സിലാക്കി എപ്പോഴും ഖൽബിന്റെ കണ്ണുകൊണ്ട് റബ്ബിനെ കണ്ടു ജീവിക്കുന്ന ആളുകൾക്ക് അവർക്ക് വേണ്ടി ഒരുക്കി, രഹസ്യമായി ഒരുക്കി വെച്ചിരിക്കുന്ന കൺകുളിർമയുണ്ടാക്കുന്ന അവസ്ഥ, രോമാഞ്ചമുണ്ടാക്കുന്ന അവസ്ഥ ഒരാൾക്കും മനസ്സിലായിട്ടില്ല. ഇത് അള്ളാഹു ഖുർആനിൽ പറഞ്ഞത് ഖുർആനിന്റെ വക്താക്കളുടെ അവസ്ഥ, സ്വഭാവം പറഞ്ഞിട്ട് ഖുർആൻ ജീവിതത്തിൽ ആധാരമാക്കി മുന്നേറുന്ന വിശ്വാസികളെ കുറിച്ച് പറഞ്ഞിട്ട് ഉടനെ അള്ളാഹ് പറയുന്നത് ഫലാ തഅലമു നഫ്സുൻ. ആർക്കും അറിയൂല അള്ളാഹു ഒളിപ്പിച്ച് വെച്ച ആ കൺകുളിർക്കുന്ന അവസ്ഥ. അതാർക്കാ കിട്ടുന്നത്? ഞാൻ പറഞ്ഞ അള്ളാഹുവിനെ അറിഞ്ഞ് സ്നേഹിച്ച് ജീവിക്കുന്ന മുഅ്മിനിന് കിട്ടുന്ന സൗഭാഗ്യമാണത്. ഇൻഷാ അല്ലാഹ് ഒരു വളരെ വിശാലമായ വിഷയമാണിത്. സ്നേഹത്തിൻ്റെ പ്രാധാന്യവും മഹാത്മ്യവും ആ സ്നേഹം നമുക്ക് ദുന്യാവിലും ആഖിറത്തിലും നൽകുന്ന നേട്ടങ്ങളും, അത് വളരെ വലിയ സബ്ജക്റ്റാണ്, ഖുർആനിക വിഷയം. അള്ളാഹു അവനെ സ്നേഹിച്ച്, അറിഞ്ഞ് സ്നേഹിച്ച് ജീവിക്കുന്ന മുഅ്മിനീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.